ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം കാണുന്ന വളരെ പ്രയാസകരമായിട്ടുള്ള ചില അനുഭവങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് കുറച്ചുകൂടി ഗൗരവമായി സർക്കാർ ദുരന്ത നിവാരണ പ്രക്രിയയെ സമീപിക്കണം എന്ന ആവശ്യം കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ മുമ്പാകെ വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും അഭ്യർത്ഥിക്കാനുള്ളത്, ദുരന്തമുഖത്ത് അവതരിപ്പിക്കേണ്ട ഒരു ഭാഷയുണ്ട്. ദുരന്തബാധിതരോടും ദുരന്തബാധിത പ്രശ്നങ്ങളോടും സമീപിക്കാനുള്ള ഭാഷ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പഠിക്കേണ്ടതുണ്ട്. അത് മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ തമിഴോ ഒന്നുമല്ല. ദുരന്തബാധിതരോടും ദുരന്ത പ്രദേശങ്ങളിലും സംസാരിക്കേണ്ട ഭാഷ മാനവികതയുടെ ഭാഷയാണ്, നന്മയുടെ ഭാഷയാണ്, കരുതലിൻ്റെ ഭാഷയാണ്, സഹനത്തിൻ്റെ ഭാഷയാണ്. യഥാർത്ഥത്തിൽ ഇത്ര വലിയ ഒരു ദുരന്തം എന്ന് വിളിക്കപ്പെടാവുന്ന വിധത്തിൽ ഒന്നും കേരളത്തിലുണ്ടായിട്ടില്ല. പക്ഷേ ഒരു ചെറിയ ദുരന്തത്തിൻ്റെ മുമ്പിൽ പോലും പതറുന്ന സ്ഥിതിവിശേഷം കേരളത്തിൽ കാണാനുണ്ട് എന്നുള്ളത് നാം കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യർ അവരുടെ വികാരങ്ങൾ പല ഘട്ടത്തിലും പല രീതിയിലും പ്രകടിപ്പിക്കും. അത് അവരുമായി ബന്ധപ്പെട്ടവരെ കാണാതാകുന്നതുൾപ്പെടെ അവരുടെ മനസ്സിലുള്ള വേദനയുടെ പ്രതിഫലനമാണ്. ജനിച്ച നാൾ മുതൽ നെഞ്ചിൻ്റെ ചൂട് കൊടുത്ത് കിടത്തുറക്കിയും നടത്തിച്ചും ജീവിപ്പിച്ചുമൊക്കെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഒരച്ഛൻ്റെ ഹൃദയമിടിപ്പ് മക്കൾക്കറിയുന്നത് പോലെ ആർക്കാണ് അറിയുക? അച്ഛൻ നഷ്ടപ്പെട്ട ഒരാളുടെ വികാരമെന്ത് എന്ന് പലപ്പോഴും അതനുഭവിക്കാത്ത ആളുകൾക്ക് മനസ്സിലാകില്ല. പക്ഷെ അങ്ങനെ അച്ഛൻ നഷ്ടപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് തിരച്ചിലിന് ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളി മേഖലയിലെ പരിചയസമ്പന്നരായ ആളുകൾ പോലും പറയുന്നത് കേൾക്കാതെ വരുന്നൊരു ഘട്ടത്തിൽ ഒരു പ്രതികരണം നടത്തുമ്പോൾ അതിനോട് ഇത്ര ധാർഷ്ട്യമായ ഭാഷയിലാണോ പ്രതികരിക്കേണ്ടത്? മത്സ്യത്തൊഴിലാളികളെ കാണാത്തതിൻ്റെ പ്രയാസം ഒരു നാട്ടിലെ ജനങ്ങൾ പറയുമ്പോൾ പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് 148 ആളുകളെ കാണാൻ പോയി അല്ലെങ്കിൽ കടലിൽ പോയി എന്നതാണോ പറയേണ്ട ഒരു മറുപടി? കടലിൽ പോയത് ആദ്യത്തെ അനുഭവമാണോ എന്നാണോ ചോദിക്കേണ്ട ചോദ്യം? ദുരന്തമുണ്ടായാൽ ആ ദുരന്തത്തിൽ ആ ഘട്ടത്തിൽ ഇടപെടണം. 48 മണിക്കൂർ കഴിഞ്ഞോ 56 മണിക്കൂർ കഴിഞ്ഞോ 72 മണിക്കൂർ കഴിഞ്ഞോ ഉണർന്നെഴുന്നേറ്റാൽ പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളി മേഖലയിൽ കടലിലെ നഷ്ടങ്ങൾക്ക് മറുപടി കാണാനാകില്ല. 2017 ഓക്കിയുടെ ഉൾപ്പെടെ അനുഭവങ്ങളുള്ള നാടാണ് കേരളം. ആ അനുഭവങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ അനുഭവ സമ്പത്ത് കൂടി പരിചയപ്പെടുത്തി അവർ നിർദ്ദേശിക്കുന്ന വഴിയിലേക്ക് സജ്ജമായിട്ടുള്ള നമ്മുടെ സംവിധാനത്തെ ഒരുക്കി ഇറക്കുക എന്ന ചുമതലയാണ് അന്ന് നിർവഹിച്ചതെങ്കിൽ നിഷേധാത്മകമായിട്ടുള്ള സമീപനം കൊണ്ട് മുന്നോട്ട് പോകുന്ന സ്ഥിതി അവസാനിപ്പിക്കണം. ദുരന്തബാധിതരോട് പ്രയോഗിക്കേണ്ട മാനവികതയുടെ ഭാഷ പഠിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറാകണം. അവരോട് ധാർഷ്ട്യത്തിൻ്റെ ഇടപെടലല്ല നടത്തേണ്ടത്. ഒരു ദുരന്തമുണ്ടായാൽ, ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ആ പ്രതിസന്ധിയെ മറികടക്കാൻ എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്നതിന് പകരം അവിടെ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികളെ കിട്ടുന്ന അവസരത്തിലെല്ലാം ഏതെങ്കിലും വിധത്തിൽ ഇകഴ്ത്തി കാണിച്ചതുകൊണ്ട് ഇപ്പോൾ തങ്ങളുടെ ഭരണത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകും എന്നാണ് ഈ ഗവൺമെൻറ് കരുതുന്നെങ്കിൽ അത് തെറ്റായൊരു കാര്യമല്ലേ? കഴിഞ്ഞ ഓഗസ്റ്റ് 7-ാം തീയതി രാധാ മോഹൻദാസ് അഗർവാൾ MP നേതൃത്വം നൽകുന്ന പാർലമെൻറ്റിൻ്റെ സബ്ജക്റ്റ് കമ്മിറ്റി ദുരന്തങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ച റിപ്പോർട്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാധാ അഗർവാൾ MPയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അജയ് മാക്കാനും ഹാരിസ് ബീരാനും ഉൾപ്പെടെയുള്ള MP-മാർ അംഗങ്ങളായിട്ടുള്ള ഈ സമിതി നടത്തിയ വിലയിരുത്തലുകൾ പൂർണ്ണമായിട്ടും കേരളം നടത്തുന്ന പ്രദേശങ്ങളെ വല്ലാതെ പുകഴ്ത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടല്ലേ? ജില്ലകളിലെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് നാം അവതരിപ്പിച്ച ലോക്കൽ പ്ലാനിനെക്കുറിച്ച്, കുടുംബശ്രീ സഹകരണ സംഘങ്ങൾ തുടങ്ങിയ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനെക്കുറിച്ച്, പ്രളയം, ഉരുൾപൊട്ടൽ, കൊടുങ്കാറ്റ്, സുനാമി എന്നിവയുൾപ്പെടുന്ന മൾട്ടി ഹസാർഡ് അലർട്ടുകളെ യോജിപ്പിക്കുന്ന കവചം എന്ന കേരളത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച്, GIS അധിഷ്ഠിതമായിട്ടുള്ള ഹസാർഡ് മാപ്പിങ്ങിനെക്കുറിച്ച്, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി താലൂക്കുകളിലും ജില്ലകളിലും കൊണ്ടുവന്ന എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിനെക്കുറിച്ച് നമ്മളാരും പറഞ്ഞതല്ല. രാധാ അഗർവാൾ MPയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിൽ അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാർ MP-മാരായിട്ടുള്ളവർ പങ്കാളിയായിട്ടുള്ള ഒരു റിപ്പോർട്ട് 10 വർഷക്കാലം ഈ കേരളത്തെക്കുറിച്ചാണ് അവർ പറഞ്ഞത്, ഒരു ഗവൺമെൻറ്റിനെ കുറിച്ചല്ല. ആ പുകഴ്ത്തലെങ്കിലും മനസ്സിലാകാതെ, ആ പ്രകീർത്തനം പോലും മനസ്സിലാകാതെ ഒഡീസയുടെ മാതൃക കേരളം പിന്തുടരാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിന് അർത്ഥം ഉണ്ടാവുക? ഇവോക്കാഷൻ ഒഴികെ ബാക്കി ഒരു കാര്യത്തിലും ഒഡീസയുടെ ഡിസാസ്റ്റർ പ്ലാൻ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട്
കേവലം നമുക്കിതിന് വലിയ സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം ഉപയോഗപ്പെടുത്തിയാൽ മതി. പക്ഷേ ആ സിസ്റ്റം ഉപയോഗപ്പെടുത്തുമ്പോൾ കേവലം ഉദ്യോഗസ്ഥന്മാർ മാത്രം ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് കാര്യമില്ല. ആ സിസ്റ്റത്തെ നയിക്കാനും ആ സിസ്റ്റം അനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ത് എന്ന് ജനങ്ങളോട് വിശദീകരിക്കാനും എല്ലാ വകുപ്പുകളെയും ഇതിൻ്റെ ഭാഗമായി കൂട്ടിയോജിപ്പിക്കാനും മന്ത്രിമാർ തമ്മിൽ മാനസികമായ ഒരു ഐക്യത്തോടെ ഈ പ്രവർത്തനങ്ങളിൽ ഇടപെടാനും ഒക്കെ നേതൃത്വപരമായ പങ്ക് വഹിക്കണം. സർക്കാരിൻ്റെ അത്തരം പ്രവർത്തനങ്ങളോട്, ജില്ലാ ഭരണകൂടത്തിൻ്റെ അത്തരം പ്രവർത്തനങ്ങളോട് പൂർണ്ണമായ പിന്തുണയാണ് പ്രതിപക്ഷത്തിനുള്ളതെങ്കിലും ഇത്തരത്തിൽ ധാർഷ്ട്യത്തിൻ്റെ ഭാഷ പ്രയോഗിച്ചുകൊണ്ട് ഒരു ദുരന്ത ഘട്ടത്തിൽ നിൽക്കാൻ പാടില്ല എന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. അതിനങ്ങനെ ഒരു ഭാഷയുണ്ട്. ചൂരൽമലയിലൊക്കെ എത്ര സോഷ്യൽ മീഡിയ അപമാനങ്ങൾ, എത്ര കൂട്ടായിട്ടുള്ള ആക്രമണങ്ങൾ, എന്തെല്ലാം വിധത്തിലുള്ള അപവാദങ്ങൾ നമ്മൾ കേട്ടു. ആ ഘട്ടങ്ങളിലൊക്കെ എല്ലാവരെയും ചേർത്തു പിടിക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ സംവിധാനമല്ല, അതൊരു മാനവികതയുടെ ഭാഷയാണ്. രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുള്ളത്, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി യഥാർത്ഥത്തിൽ ഇന്നലെ നടത്തിയിട്ടുള്ള പ്രസ്താവന സത്യപ്രതിജ്ഞാ ലംഘനമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ LSTD വകുപ്പിൻ്റെ എല്ലാ പരിപാടികളിലും വന്ദേ മാതരം പൂർണ്ണമായിട്ടും ആലപിക്കണം എന്ന് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ഒരു സന്ദേശം കൊടുത്തു. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ആ വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണം എന്ന നിർദ്ദേശം കേരളത്തിലെ ഉദ്യോഗസ്ഥ വിഭാഗത്തിൻ്റെ ചീഫായിട്ടുള്ള ചീഫ് സെക്രട്ടറി കൊടുത്താൽ ആ കൊടുത്തതിനെക്കുറിച്ചിട്ടുള്ള പ്രതികരണത്തിൽ തികച്ചും തെറ്റായൊരു വിവരമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയത്. മന്ത്രിമാർ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഇക്കാര്യങ്ങൾ ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്വം ഉണ്ടാകണം. സത്യപ്രതിജ്ഞയിലൂടെ കേരളത്തിൻ്റെ മന്ത്രിയായി ചുമതലയെടുക്കുമ്പോൾ ഒരു വിഷയത്തിലുള്ള പ്രതികരണം ഊഹാപോഹങ്ങളുടെയും തെറ്റായ ധാരണകളുടെയും അടിസ്ഥാനത്തിലാകാൻ പാടില്ല. അത് കൃത്യമായ വിവരങ്ങളുടെ തന്നെ അടിസ്ഥാനത്തിലാകണം. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ് മണിക്കൂറുകൾക്കകം ലോകഭവൻ തന്നെ ഞങ്ങളങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ആർക്കാണ് ഈ വന്ദേ മാതരം പൂർണ്ണമായി ചൊല്ലണം ഇത്ര വാശിയോട് കൂടിയിട്ടുള്ള സമീപനമെടുത്തത് എന്ന് നമുക്കാലോചിച്ചാൽ മനസ്സിലാകും. സത്യപ്രതിജ്ഞ ചൊല്ലി തീർത്തത് തന്നെ വന്ദേ മാതരം പൂർണ്ണമായും പ്രയോഗപ്പെടുത്തി ആരംഭിച്ചൊരു ഗവൺമെൻറ് ഇതിലും അപ്പുറവും പറയും. പക്ഷേ ലോകഭവൻ്റെ തലയിൽ ചാരി വെച്ചുകൊണ്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സംഘപരിവാര താല്പര്യത്തിന് വിധേയമാകാനുള്ള ശ്രമം അപമാനകരമായി പോയി എന്നുകൂടി സൂചിപ്പിക്കുകയാണ്.